വിശ്വസ്തനായ ഒരു മരപ്പണിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാദേശിക സഭയിൽ ചൈനയിലെ ഒരു അനാഥാലയത്തിൽ കയറ്റി അയക്കുന്നതിനായി വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു ദൗത്യം നടക്കുന്നു. ശേഖരിച്ച വസ്ത്രങ്ങളെല്ലാം പായ്ക്ക് ചെയ്യുവാൻ ഒരു തടിപ്പെട്ടി ഉണ്ടാക്കുന്നത് ഈ തച്ചൻ ആണ്. ശേഖരിച്ചതെല്ലാം ഒരു പെട്ടിയിലാക്കി സുരക്ഷിതമായി ചൈനയിലേക്ക് അയച്ചു. ജീവിതത്തിൽ എന്തോ അർത്ഥമുള്ളത് ചെയ്തതുപോലെ ഒരു തോന്നൽ. അദ്ദേഹം വീട്ടിലേക്കുള്ള വഴിയിൽ തന്റെ കണ്ണട എടുക്കുവാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അതിൽ തന്റെ കണ്ണടയില്ല. കണ്ണട എവിടെ നഷ്ടപ്പെട്ടു കാണും? അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. തന്റെ പുതിയ കണ്ണട താൻ അറിയാതെ ആ പെട്ടിയിലിട്ട് അടച്ച് പായ്ക്ക് ചെയ്ത് ചൈനയ്ക്ക് അയച്ചു. അദ്ദേഹം നിരാശനായി. എന്തുകൊണ്ടാണ് തനിക്കിത് സംഭവിച്ചത്? പാവം അനാഥരെ സഹായിക്കുവാൻ കൈനീട്ടിയ തന്റെ ജീവിതത്തിൽ തന്നെ ഈ അവസ്ഥ വന്നു. 6 മക്കളുടെ കാര്യം നോക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരു കണ്ണട വാങ്ങുക എന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതൊരിക്കലും ന്യായമല്ല. നിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ എന്നെ തളർത്തുന്നു. മാസങ്ങൾക്ക് ശേഷം ചൈനയിലെ അനാഥ മന്ദിരത്തിലെ ഡയറക്ടർ കൊടുത്തയച്ച വസ്ത്രങ്ങൾക്കും മറ്റുമായി നന്ദി പറയുവാനായി അമേരിക്കയിലെ സഭകൾ സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ ആ തടിപ്പണിക്കാരന്റെ സഭയിലും അദ്ദേഹം വന്നു. കൊടുത്തുവിട്ട കാര്യങ്ങൾക്കായി നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ സഭയിൽ നിന്നും കൊടുത്തുവിട്ട ബോക്സിൽ എന്റെ പ്രാർത്ഥനയുടെ ഒരു അസാധാരണമായ ഉത്തരമുണ്ടായിരുന്നു. നിങ്ങളുടെ പാക്കറ്റ് വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കുറെ അധികാരികൾ ഞങ്ങളുടെ അനാഥാലയം തകർത്തു, സകലതും നശിപ്പിച്ചു. അന്ന് ആ കൂട്ടത്തിൽ എന്റെ കണ്ണടയും അവർ പൊട്ടിച്ചു കളഞ്ഞു. കണ്ണടയില്ലാതെ ദിവസങ്ങളായി ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ശക്തമായ തലവേദന കാരണം എനിക്ക് വളരെ അസ്വസ്ഥതകളുണ്ടായി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങളുടെ പെട്ടിയിൽ ഞങ്ങളുടെ ഉത്തരം ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ നിങ്ങൾ പുതപ്പുകളുടെ ഇടയിൽ പൊതിഞ്ഞു തന്ന ആ കണ്ണട എനിക്കു വേണ്ടി കൃത്യമായി ഓർഡർ ചെയ്തതുപോലെ ആയിരുന്നു. ആ സഭയിലെ ശുശ്രൂഷകന്മാർ പരസ്പരം നോക്കി. നമ്മൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ കണ്ണടയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു കണ്ണട നമ്മുടെ പെട്ടിയിൽ കയറിക്കൂടിയത്? ഈ സമയം ആ ചർച്ചിന്റെ ഏറ്റവും പുറകിലെ ബെഞ്ചിലിരുന്ന് ആ തച്ചൻ കരയുകയായിരുന്നു. തന്റെ കണ്ണിൽ നിന്നും ആരാധനയുടെ കണ്ണുനീർ അടർന്നു വീഴുവാൻ തുടങ്ങി. ഒരു കുഞ്ഞ് കരയുന്നതുപോലെ താൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. തന്റെ കണ്ണിൽ വെച്ചിരുന്ന ഒരു പഴയ കണ്ണട താൻ എടുത്തുമാറ്റി തന്റെ കണ്ണുനീർ തുടച്ചു. ഇപ്പോഴാണ് തനിക്ക് ആ നഷ്ടത്തിന്റെ അർത്ഥം മനസ്സിലായത്. താൻ ഒരു സാധാരണ തച്ചൻ ആയിരുന്നു. എന്നാൽ നസറത്തിലെ അതിവിദഗ്ധനായ തച്ചൻ തന്നെ അസാധാരണമായി ഉന്നതമായ ഒരു ലക്ഷ്യത്തിനായി ഉപയോഗിച്ചു. വളരെ നാളുകളായി ശുശ്രൂഷയിൽ നിങ്ങളുടെ സകലതും നൽകി ജീവിതാവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തപ്പെട്ട ഒരാളായിരിക്കാം താങ്കൾ. എന്നാൽ ചില നാഴികകളിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നന്ദി പറയുന്നതിനു പകരം നാം ദൈവത്തോട് പരാതിപ്പെടാറുണ്ട്. എന്നാൽ കൂടുതലായി പറയുവാൻ പഠിക്കേണ്ടിയ ഒരു മനോഭാവമാണ് നന്ദി. ചിലപ്പോൾ രാവിലെ കാർ സ്റ്റാർട്ടാകുവാൻ മടിക്കുമ്പോൾ നാം ചഞ്ചലപ്പെടും. ദൈവം ഒരുപക്ഷെ നിന്നെ ഒരു കാർ അപകടത്തിൽ നിന്ന് സൂക്ഷിക്കുന്നതായിരിക്കാം. യാത്ര മുടങ്ങുമ്പോൾ, 1 വർഷം പിന്നിലാകുമ്പോൾ, രോഗിയാകുമ്പോൾ സകലത്തിനു പുറകിലും ഒരു ദൈവീക പദ്ധതിയുണ്ട്. ആലോചിച്ചു വെച്ച വിവാഹം മുടങ്ങുമ്പോൾ, വളരെ ആഗ്രഹിച്ച വാഹനം കിട്ടാതിരിക്കുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്തവർ ഉടനെ നമ്മെ വെറുത്ത് നമ്മിൽ നിന്നും അകലുമ്പോൾ, നാം ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ മറന്നു പോകുമ്പോൾ, ചിലയിടങ്ങളിൽ നാം നേരത്തെ എത്തുമ്പോൾ, ചിലയിടങ്ങളിൽ താമസിച്ച് എത്തുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഘടികാരപ്രകാരമാണ്. ഒന്നുകിൽ ദൈവം തന്നെ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരിക്കാം, അല്ല എങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കുകയായിരിക്കാം. ലിസ്റ്റിൽ ഇടാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പദ്ധതിയിടാത്തത് വന്നു ഭവിക്കുമ്പോൾ പതറരുത്. കണ്ണാടി മറന്നുപോയാൽ പരിഭവിക്കേണ്ട. കാരണം നിന്റെ കണ്ണാടി നിന്നേക്കാൾ അർഹിക്കുന്ന ഒരാൾ, ആവശ്യമുള്ള ഒരാൾ, അയാളുടെ അടുത്തേക്ക് അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നഷ്ടത്തിന്റെ അർത്ഥം അത് നിനക്കുടനെ ദൈവം വെളിപ്പെടുത്തി തരും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.